ഇന്ന് രാവിലെ 4:30 മണിക്ക് എനിക്കൊരു വിഷയം നിങ്ങളോട് അറിയിപ്പാൻ ദൈവം തന്നു. അതാണ് നിങ്ങളോട് ഞാൻ അറിയിപ്പാൻ പോകുന്നത്. അത് 4:30 മണിക്കാണ് എൻ്റെ മനസ്സിൽ ഉദിച്ചു വന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമായിരിക്കും, അനുഗ്രഹമായിരിക്കും, പ്രത്യാശയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ആധാരമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ. ഇന്ന് ഭയത്തോടെ 4 ഭയമുണ്ട് നമുക്ക്. രോഗഭയം, നാളെക്കുറിച്ചുള്ള വ്യാകുലത്തിൻ്റെ ഭയം. 3, അവസാനം എന്തെന്നറിയാതെ നിരാശയുടെ ഭയം. 4, മരണഭയം. ഈ 4 ഭയത്തെ മാറ്റി വെച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ ഉരുവാക്കിയ ദൈവം, എന്നെ ഇത്രത്തോളം ആക്കിയ ദൈവം, എൻ്റെ ദൈവം സർവശക്തനായ ദൈവം, ഹല്ലേലൂയ എന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 2 പ്രതിപുരുഷന്മാരാണ് ഈ വാക്യത്തിൽ. അത് നിങ്ങൾ 6-ാം അധ്യായം 1 മുതൽ വീട്ടിൽ ചെന്ന് വായിക്കണം. ഒന്ന് വായിക്കാം, 15-16. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. 1, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ. ദൈവപുരുഷൻ ഏലീശ പ്രവാചകനാണ്. മറക്കരുത്, പേരെഴുതി വെച്ചുകൊള്ളണം. 16-ാം അധ്യായത്തിലുണ്ട്, ഞാനത് വായിച്ച് ദീർഘമാക്കുന്നില്ല. ദൈവപുരുഷൻ ഏലീശ പ്രവാചകനാണ്. അവൻ്റെ ബാല്യക്കാരൻ ഗേഹസിയാണ്. 2 പേര്. ദൈവപുരുഷൻ ഏലീശ, അവൻ്റെ ബാല്യക്കാരൻ ഗേഹസി. ഇനി അവരെന്താണ് കാണുന്നത്? ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നു. ഒരു സൈന്യം രഥങ്ങളും കുതിരകളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. ഗേഹസി എന്ന ബാല്യക്കാരൻ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ കാണുന്നു ഒരു പറ്റം പടയാളികൾ രഥങ്ങളും കുതിരകളും സൈന്യങ്ങളുമായി ആ പർവ്വതം വളഞ്ഞിരിക്കുന്നു. എന്താ കാരണം? പ്രവാചകനായ ഏലീശ ആ പർവ്വതത്തിലുണ്ട്. രാജാവിനൊരു സംശയം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒറ്റുകാരുണ്ട്. സൈന്യം എവിടെ ചെന്നാലും ഇസ്രായേലിൻ്റെ സൈന്യം പ്രതിരോധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയുക, ആരാണ് നമ്മുടെ ഒറ്റുകാര്? നമ്മുടെ സൈന്യം പോകുന്നതിന് മുൻപ് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നവൻ ആര്? അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ കൂടെ ഒറ്റുകാരാരുമില്ല. പിന്നെയോ അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ പേര് ഏലീശ എന്നാണ്. രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിൽ മന്ത്രിക്കുന്നത് ആ ദൈവപുരുഷൻ രാജാവിനെ അറിയിക്കും. അതുകൊണ്ടാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ, രാജാവിനെ തോൽപ്പിപ്പാൻ, രാജ്യം പിടിച്ചടക്കാൻ കഴിയാതെ പോകുന്നത്. അത് മനസ്സിലാക്കി രാജാവ് സൈന്യത്തെ അയച്ചു. ദോതാൻ പർവ്വതത്തിൽ ഏലീശ ഉണ്ടെന്നറിഞ്ഞു. നേരം പുലരുമ്പോഴേക്കും ആ പർവ്വതം മുഴുവനും രഥങ്ങളും കുതിരകളും സൈന്യവുമായി വളഞ്ഞു. അത് കണ്ട ഗേഹസി അത്ഭുതപ്പെട്ടു പോയി, നിലവിളിക്കാൻ തുടങ്ങി, ഭയപ്പെടാൻ തുടങ്ങി.
ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരു ഭാഗം ആളുകൾ ഭയത്തോടെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ 4 ഭയമുണ്ട്. 1 നാളെക്കുറിച്ചുള്ള ഭയം, 2 രോഗഭയം, 3 ചിന്താഭയം, 4 മരണഭയം. 4 ഭയങ്ങളാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് ചാകാൻ നേരം പോരാ, നാളെ ചാകാൻ കാലം പോരാ. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ, പരിതാപകരമായ അവസ്ഥയിൽ. എന്നാൽ ഏലീശയുടെ ദൈവം നിന്നോട് പറയുന്നു, നീ ഭയത്തെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സൈന്യസമേതനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഇടതടവില്ലാതെ തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ പാടി ആർപ്പിട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടുത്തെ വിഷയം, ഗേഹസി പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവരോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും? ചോദ്യം. ഇന്ന് ഇവിടെ ഏതെങ്കിലും അമ്മയോ അച്ഛനോ ഭാര്യയോ ഭർത്താവോ യുവാവോ യുവതിയോ കുഞ്ഞുമക്കളോ എന്ത് ചെയ്യും? എങ്ങനെ മുൻപോട്ട് പോകും? എങ്ങനെ ജീവിക്കും? എങ്ങനെ കിടക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? അനവധി ഭാരത്തോടെ വന്ന അനവധി പേരിവിടെയുണ്ട്. ഇപ്പോൾ 740 കോടി ജനത്തിൽ 2.5 കോടി പട്ടിണിയിലാണ്. ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം, പേമാരി, 75 പേര് മരിച്ചു കഴിഞ്ഞു. 3000-ഓളം വീട് ഒലിച്ചുപോയി. ഭക്ഷണമില്ലാതെ ആയിരങ്ങൾ. ഇന്ന് രാവിലെ ഭക്ഷണമില്ലാതെ വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാതെ വന്നവരൊന്ന് കൈപൊക്കണം. ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ഒന്ന് കൈപൊക്കണം. ആരാധനയ്ക്ക് വന്നവര് ഒന്നും കഴിക്കാതെ ഉപവാസത്തോടെ വരും. അവരെ ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗ്യനായിട്ടല്ല, സർവശക്തനായ ദൈവം യോഗ്യനായവൻ എന്നെ യോഗ്യനെന്ന് എണ്ണി നിങ്ങൾക്കായി പ്രതിഷ്ഠിച്ച ഉപാവിഷ്ടനാക്കിയ ദൈവത്തിന് ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ ഞാൻ തയ്യാറല്ല. ഇവിടെ ഇതാ ബാല്യക്കാരനായ ഗേഹസി, അയ്യോ യജമാനെ നാം എന്ത് ചെയ്യും? 3 ചോദ്യമാണ്. 1 അയ്യോ എന്ന ആർത്തനാദം, 2 യജമാനനെ. അവൻ വിളിച്ചത് യജമാനനെയാണ്. ഇന്ന് നമുക്ക് ഒന്നാമത് പറയണം, കർത്താവേ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ചോദിക്കണം ദൈവത്തോട്. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യജമാനൻ, ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു രക്ഷകൻ, ഒരു യഹോവ ഇന്നിവിടെയുണ്ട്. കേട്ടല്ലോ? ആ ദൈവം എന്താ പറയുന്നത്? ഗേഹസിയുടെ യജമാനൻ പ്രവാചകനായ ഏലീശയാണ്. പ്രവാചകന് 3 ഗുണങ്ങളുണ്ട്. അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കും, ശത്രുവിനെ സംഹരിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ ചൊല്ലി വിളിച്ചു കൊടുക്കും. കാരണം പ്രവാചകൻ ഈ യഹോവയുടെ പ്രവാചകനാണ്. ഇന്ന് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. എന്താണ് ഇന്നത്തെ പ്രവാചകന്റെ ജോലി? 4 കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 1, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു. 4,
ഞങ്ങൾ നിന്റെ നാമത്തിൽ തിന്നു കുടിച്ചു പഠിപ്പിച്ചു. 4 കാര്യം ഓർമ്മ വേണം. നിന്റെ നാമത്തിൽ ഞങ്ങൾ തിന്നു കുടിച്ചു പിന്നെ പഠിപ്പിച്ചു. ഇന്ന് അനേക ഇടങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, അനേക ഇടങ്ങളിൽ പ്രവചിക്കുന്നുണ്ട്, അനേക ഇടങ്ങളിൽ ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരെ യേശു എന്താ വിളിക്കുന്നത്? അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീ പൊയ്യിലേക്ക് പോകുവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രവചനം നിന്നു പോകും, ഭാഷാവരം നിന്നു പോകും,